കഥയാരംഭിക്കുന്നത് ഡ്വൈറ്റ് വാൻസ് എന്നൊരു യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കണ്ടാൽ പിച്ചക്കാരനെ പോലുണ്ട്. തന്റെ പഴയ വാഹനത്തിലായിരുന്നു താമസിച്ച് അയാൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അച്ഛന്റെ മരണശേഷമാണ് ഡ്വൈറ്റ് വാൻസ് അങ്ങനായി തീർന്നത്. മൊത്തത്തിൽ നാടോടിയെപ്പോലെ അവിടെ മുഴുവൻ ചുറ്റിത്തിരിയും. ഒരു മനസ്സമാധാനമില്ലാത്ത പോലെ കറങ്ങും. കിട്ടുന്ന വേസ്റ്റുകളൊക്കെ പെറുക്കിയെടുത്ത് അതൊക്കെ വിറ്റും അതിൽ നിന്നായുമൊക്കെ ഭക്ഷണം കണ്ടെത്തും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു പോലീസ് ഓഫീസർ തന്റെ കാറിൽ കിടന്നുറങ്ങുകയായിരുന്ന ഡ്വൈറ്റിന്റെ അടുത്തേക്ക് എത്തി. അവനെ അവിടെ നിന്ന് ആ ഉദ്യോഗസ്ഥൻ കൂട്ടിക്കൊണ്ടുപോയി. വൈകാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ കാര്യങ്ങൾ അവനോട് വിശദീകരിക്കുകയാണ്. വെറുതെ പ്രശ്നത്തിനൊന്നുമല്ല അവനെ വിളിച്ചുകൊണ്ട് വന്നത്. ഒരു കാര്യം അറിയിക്കാനാണ്. അവന്റെ പാരന്റ്സിന്റെ മരണത്തിന് കാരണമായ വെയ്റ്റ് മാർഷൽ ക്ലേലാൻ ജൂനിയർ എന്ന വ്യക്തി അടുത്ത ദിവസം റിലീസാവുകയാണ്. 20 കൊല്ലം മുമ്പ് അവന്റെ പാരന്റ്സിനെ കൊലപ്പെടുത്തിയ വ്യക്തിയാണത്. വിവരമൊക്കെ അറിഞ്ഞ അവൻ ശാന്തനായിട്ടിരുന്നു. പക്ഷേ മനസ്സിൽ ചിലത് കരുതിക്കൂട്ടിയിരുന്നു. തന്റെ സ്വന്തം നാടായ വിർജീനിയയിലേക്ക് യാത്ര ചെയ്തവൻ തിരികെ എത്തുകയാണ്. അടുത്തുള്ള ഒരു ഫയർ ആം സ്റ്റോറിലേക്ക് അവൻ ചെന്നു. ഒരു തോക്ക് വാങ്ങലാണ് ലക്ഷ്യം. പക്ഷേ അതിനുള്ള പണമുണ്ടായിരുന്നില്ല. അതോടെ ഒരു പോസ്റ്റ് കാർഡ് വാങ്ങി അതിൽ വിവരമെഴുതി തന്റെ സഹോദരിക്ക് അവൻ അയച്ചു. ശേഷം അന്ന് രാത്രിയിൽ അവനൊരു ക്ലബിന്റെ പാർക്കിംഗ് ലോട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ട്രക്ക് അതിന്റെ ചില്ല് തകർത്തകത്ത് കടന്ന് അതിൽ നിന്നും തോക്കവൻ മോഷ്ടിച്ചെടുത്തു. പക്ഷെ ആ തോക്ക് ലോക്ക്ഡ് ആയിരുന്നു. അതിന്റെ ലോക്ക് തകർക്കാൻ ഡ്വൈറ്റ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതത്ര എളുപ്പമല്ലല്ലോ. ശക്തമായി ആ തോക്കിൽ പ്രഹരമേൽപ്പിക്കുകയും മറ്റും അവൻ ചെയ്തു. പക്ഷെ അവന്റെ ആ ശ്രമം ആ ആയുധം നശിച്ചു പോകുന്നതിലേക്ക് വഴിവെച്ചുള്ളൂ. ഒടുവിൽ അവനത് വേസ്റ്റ് ബോക്സിൽ തള്ളണ്ട വന്നു. അടുത്ത ദിവസമാണ് തന്റെ പാരന്റ്സിന്റെ കൊലപാതകി ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. ഡ്വൈറ്റ് അങ്ങോട്ടേക്ക് ചെന്നു. ജയിലിന് മുമ്പിൽ കാത്തുനിൽക്കാൻ ആരംഭിച്ചു. വെയ്റ്റ് ക്ലീലൻ റിലീസായി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. കൊലപാതകിയായ വെയ്റ്റ് ക്ലീലന്റിനെ അയാളുടെ കുടുംബം അവിടെ നിന്ന് സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ദേഷ്യത്തിലും വെറിയിലും ഡ്വൈറ്റ് നോക്കിക്കണ്ടുകൊണ്ടിരുന്നു. അവർ കാറെടുത്ത് പോയപ്പോ ഡ്വൈറ്റ് പതിയെ ആ കാറിനെ ഫോളോ ചെയ്തു. വളരെ വിലകൂടിയ ഒരു ലിമസിൻ കാറിലായിരുന്നു അവരവനെ കൂട്ടിക്കൊണ്ടുപോയത്. യാത്രയ്ക്കൊടുവിൽ അവരെത്തിച്ചേർന്നത് ഒരു ക്ലബിലേക്കാണ്. ഡ്വൈറ്റും പിന്നിൽ കാർ നിർത്തി. ക്ലബിനകത്തേക്ക് ആരും കാണാതെ നുഴഞ്ഞു കയറി. പിൻവശം വഴി കയറിയ അവൻ ഒരു കത്തി കരസ്ഥമാക്കി ബാത്റൂമിന്റെ ഭാഗത്ത് ഒളിച്ചു നിന്നു. വെയ്റ്റ് ക്ലീലൻ കടന്നു വരുമ്പോൾ ആക്രമിക്കാനായിരുന്നു അവൻ പദ്ധതിയിട്ടിരുന്നത്. കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ വെയ്ഡ് യൂറിനൽ ഉപയോഗിക്കാനായി വന്നു. ഒട്ടും മടിച്ചില്ല. ഡ്വൈറ്റ് വെയ്ഡിനെ കടന്നാക്രമിച്ചു. വലിയൊരു പിടിവലിയും സ്ട്രഗിളും തന്നെ സംഭവിക്കുന്നുണ്ട്. എന്നിരുന്നാലും തന്റെ കയ്യിലെ ആയുധം വെയ്ഡിന്റെ ശരീരത്തിൽ കുത്തിയിറക്കാൻ ഡ്വൈറ്റിന് സാധിച്ചിരുന്നു. അപ്പോഴേക്കും ചോരയടക്കം ഡ്വൈറ്റിന്റെയും ശരീരത്തിലായി. ഒരു തരത്തിൽ പിന്നാലെ അവൻ പുറത്തു കടന്നു. തന്റെ കാറിൽ രക്ഷപ്പെടുന്നതിന് മുമ്പ് അവർ വന്ന ലിമസിന്റെ ടയർ കുത്തിപ്പൊട്ടിക്കാനും ഡ്വൈറ്റ് മറന്നിരുന്നില്ല. കാറിൽ കയറി കാർ ഓണാക്കാൻ നോക്കുമ്പോഴാണ് തന്റെ കീ കാണാത്തത് അവൻ ശ്രദ്ധിക്കുന്നത്. ആക്രമണത്തിനിടയിൽ വെയ്റ്റ് ക്ലീലനിനെ കൊലപ്പെടുത്തിയപ്പോ അവന്റെ കയ്യിൽ നിന്ന് താക്കോല് താഴെ പോയിരുന്നു. തിരികെ പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലായതും അവിടെ ഉണ്ടായിരുന്ന ലിമസീനെടുത്ത് രക്ഷപ്പെടാൻ അവൻ തീരുമാനിക്കുകയാണ്. ലിമസീനെടുത്ത് വേഗത്തിൽ അവൻ ഓടിച്ചു പോവാൻ തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ലിമസീന്റെ പിന്നിൽ ഒരു ടീനേജ് പയ്യനുണ്ട്. അവൻ ഭയന്നിരിക്കുകയാണ്. ഡ്വൈറ്റ് പെട്ടെന്ന് വണ്ടി നിർത്തി പുറത്തേക്ക് ചാടിയിറങ്ങി. വില്യം ക്ലീലൻഡ് എന്നായിരുന്നു അവന്റെ പേര്. ഡ്വൈറ്റിനടുത്ത് വില്യം നിങ്ങൾ വെയ്ഡിനെ കൊന്നു എന്ന് ചോദിച്ചു. കൊന്നെന്ന് ഡ്വൈറ്റ് മറുപടിയും പറഞ്ഞു. പിന്നാലെ തന്റെ അച്ഛനെ വകവരുത്തിയതിനുള്ള പ്രതികാരമായിരുന്നു ഇത് എന്നും അവൻ വ്യക്തമാക്കി. പക്ഷേ അധികം വൈകാതെ വെയ്ഡായിരുന്നില്ല ആ കൊലപാതകത്തിന് നിങ്ങളുടെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് വില്യം അവിടെ നിന്ന് ഭയന്നോടിപ്പോയി. ഒരു നിമിഷം ഡ്വൈറ്റ് മനസ്സിലാവാതെ ഒന്ന് ഷോക്കാകുന്നുണ്ട്. പിന്നെ അവൻ മടിച്ചില്ല. ആ ലിമസീൻ അവിടെ ഉപേക്ഷിച്ച് മുമ്പോട്ട് നടന്നു. പോകുന്ന വഴിയിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു വീട് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വീടിനകത്തേക്ക് അവൻ കടന്നു കയറി. വീടിനകത്തെത്തി അവൻ നന്നായി ഒന്ന് കുളിച്ചു. വളർന്നിരുന്ന മുടിയും താടിയുമൊക്കെ വെട്ടിയൊതുക്കി. കയ്യിലേറ്റ മുറിവും മറ്റും കൃത്യമായി ബാൻഡേജ് വെച്ച് ചുറ്റി. പിന്നാലെ ടിവിയിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വല്ലതുമുണ്ടോ എന്നറിയാൻ അവൻ നോക്കിയെങ്കിലും ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അതോടെ അവന് ചെറിയ സംശയങ്ങളും പേടിയും അനുഭവപ്പെടാൻ തുടങ്ങി. ക്ലീലൻ ഫാമിലി കുറച്ച് പ്രശ്നക്കാരാണ്. അവർ കൊലപാതകം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പോലീസിനെ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ നേരിട്ട് പ്രതികാരം ചെയ്യുമെന്നാണ്. ഒടുവിൽ ഒരു പെട്രോൾ കാർ കണ്ടപ്പോ വിർജീനിയയിലേക്ക് തന്നെ തിരികെ പോവാൻ അവൻ തീരുമാനിച്ചു. യാത്ര ചെയ്ത് തന്റെ സഹോദരി താമസിക്കുന്ന പൈതൃക വീടായ വിർജീനിയയിലെ വീട്ടിലേക്ക് അവൻ എത്തിച്ചേരുകയാണ്.
ഡ്വൈറ്റിന്റെ സഹോദരിയുടെ പേര് സാമി വാൻസ് എന്നായിരുന്നു. ഡ്വൈറ്റും സഹോദരിയും ഒരു കഫറ്റീരിയയിലിരുന്ന് കുറേയധികം സംസാരിച്ചു. വർഷങ്ങൾക്ക് ശേഷമാണ് സഹോദരി ഡ്വൈറ്റിനെ കാണുന്നത്. അതിന്റെ സന്തോഷവും മറ്റും അവരുടെ മുഖത്തുണ്ടായിരുന്നു. ഡ്വൈറ്റ് പിന്നാലെ താൻ ചെയ്ത പ്രവൃത്തികൾ സാമിനോട് പറഞ്ഞു. വേഡിനെ അവൻ കൊന്നെന്നറിഞ്ഞതും സാമാകെ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. എന്നിരുന്നാലും തന്റെ സഹോദരൻ കുടുംബത്തിനു വേണ്ടി പ്രതികാരം നിറവേറ്റിയല്ലോ എന്നതിലൊരു ആശ്വാസവും സാമിന് അനുഭവപ്പെട്ടു. പിന്നാലെ താനിങ്ങനെ കൊലപാതകത്തിന്റെ വാർത്തയറിയാൻ ടിവിയിൽ നോക്കിയെന്നും പക്ഷേ ഒരു വാർത്തയും അതിലുണ്ടായിരുന്നില്ലെന്നും പോലീസ് ഇതിലേക്ക് വന്നിട്ടില്ലെന്നും ക്ലീലാൻഡ് ഫാമിലി ആ കൊലപാതകം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഒരുപക്ഷെ അവർ പ്രതികാരത്തിന് നേരിട്ട് വരുമായിരിക്കും, സൂക്ഷിക്കണം എന്നും സ്വാമിനോട് ഡ്വൈറ്റ് പറഞ്ഞു. അതോടെ ഭയപ്പെട്ട് സാം തന്റെ മകന്റെ കാര്യമോർത്ത് വേഗം വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയതും സാമിന്റെ കുട്ടി സേഫ് ആയിരുന്നു. ആ അഡ്രസ്സാണ് ക്ലീലാൻഡ് ഫാമിലിക്കും ആർക്കും അന്വേഷിച്ചാൽ കിട്ടുന്നത്. ഡ്വൈറ്റിന്റെ കാറടക്കം രജിസ്റ്റർ ചെയ്തിരുന്നത് ആ അഡ്രസ്സിലായിരുന്നു. എത്രയും പെട്ടെന്ന് ക്ലീലാൻഡ് ഫാമിലി മെമ്പേഴ്സ് അങ്ങോട്ടേക്ക് എത്തും. അതിനു മുമ്പ് രക്ഷപ്പെട്ടു പോകണം, സഹോദരിയോട് ഡ്വൈറ്റ് പ്രത്യേകം പറഞ്ഞു. വൈകാതെ സഹോദരി മക്കളെയും കൂട്ടി കാറുമെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. വീടിനകത്തെത്തിയ ഡ്വൈറ്റ് ലൈറ്റൊക്കെ അണച്ച് ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ ഇരുന്നു. രാത്രി വൈകുന്നവരെ ഡ്വൈറ്റിനെ കാത്തിരിക്കേണ്ടി വന്നു. രാത്രിയോടെ ഡ്വൈറ്റിനെ വകവരുത്താൻ രണ്ടുപേർ എത്തിച്ചേർന്നിരുന്നു. ഒരാളുടെ കയ്യിൽ ഒരു ക്രോസ് ബോയും ഒരാളുടെ കയ്യിൽ ഒരു തോക്കുമുണ്ടായിരുന്നു. അവർ വന്നിരിക്കുന്നത് തന്റെ കാറിലാണ് എന്ന് ഡ്വൈറ്റ് നോക്കിക്കണ്ടു. ഒരു ഘട്ടത്തിൽ വിദഗ്ധമായി പുറത്തു കടന്നിയ അവൻ തന്റെ കാറിലേക്ക് കടന്നു കയറി കാറ് മുമ്പോട്ട് പായിച്ച് അതിലൊരാളെ ഇടിച്ചു വീഴ്ത്തുകയാണ്. പിന്നാലെ അവനെതിരെ ഡ്വൈറ്റ് ആക്രമണം നടത്താൻ തുടങ്ങി. പക്ഷേ ഡ്വൈറ്റിന് കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് ക്രോസ് ബോ ആയി നിന്നിരുന്ന വ്യക്തി അവന്റെ കാലിലേക്ക് ഒരു അമ്പെയ്തിരുന്നു. ഡ്വൈറ്റിന്റെ കയ്യിൽ അപ്പോഴേക്കും നേരത്തെ വീണവന്റെ തോക്ക് കിട്ടി. തോക്കെടുത്ത് ഡ്വൈറ്റ് തന്റെ നേരെ നീട്ടുന്നു കണ്ടതും ഭയന്ന് അമ്പെയ്തവൻ അവിടെ നിന്ന് ഓടിപ്പോയി. കാറിടിച്ചു വീണ കൊല്ലാൻ വന്നവൻ ബോധരഹിതനായിരുന്നു. ഡ്വൈറ്റ് അവനെ വലിച്ച് കാറിനകത്തേക്കിട്ടു. ശേഷം തന്റെ കാർ ഓടിച്ച് മുമ്പോട്ട് പോവാൻ തുടങ്ങി. പിന്നാലെ ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത് ഡ്വൈറ്റ് തന്റെ കാർ ഒതുക്കി. കാലിൽ വലിയ വേദനയുണ്ട്, ചെറിയ രീതിയിൽ സ്റ്റിച്ചിടണം. ഡ്വൈറ്റ് അതിനുള്ള വസ്തുക്കൾ വാങ്ങാൻ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി ആവശ്യമായ സാധനങ്ങൾ വാങ്ങി തിരികെ വന്നു. കാലിൽ കുത്തിക്കയറിയിരുന്നിരുന്ന ആരോ സ്വയം റിമൂവ് ചെയ്യാൻ ഡ്വൈറ്റ് പരമാവധി ശ്രമിച്ചു. അത്രമേൽ വേദനയെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഡ്വൈറ്റിനെ കൊണ്ട് അത് തനിയെ സാധിക്കുന്നുമുണ്ടായിരുന്നില്ല. ഡ്വൈറ്റ് ഒടുവിൽ നേരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് സഹായത്തിനായി ചെല്ലുകയാണ്. പക്ഷേ എമർജൻസി റൂമിന് മുമ്പിലെത്തിയതും അവൻ കുഴഞ്ഞു വീണിരുന്നു. ബോധം തെളിയുമ്പോൾ അവന് ട്രീറ്റ്മെന്റ് നൽകപ്പെട്ടിരുന്നു. ഡ്വൈറ്റ് ആശുപത്രി ബെഡിലാണ്. തന്റെ കാല് തുന്നിക്കെട്ടി ഒക്കെ ശരിയായിരിക്കുന്നത് ഡ്വൈറ്റ് നോക്കിക്കണ്ടു. ആശുപത്രിയിൽ തുടർന്നാൽ അപകടമാണ്. പോലീസോ മറ്റുള്ളവരോ വിവരമറിഞ്ഞെത്താം. ആരുടെയും കണ്ണിൽപ്പെടാതെ ഡ്വൈറ്റ് ആശുപത്രിയിൽ നിന്ന് പുറത്തു ചാടി നേരെ തന്റെ കാർ കിടന്നിടത്തേക്ക് ചെന്നു. അവിടെത്തിയ ഡ്വൈറ്റ് തന്റെ കാറിന്റെ ഡിക്കിയിലുണ്ടായിരുന്ന ബോധം കെട്ട് വീണിരുന്ന കൊല്ലാൻ വന്ന വ്യക്തി ഉണർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. ഡിക്കി തുറക്കുമ്പോൾ അയാൾ ആക്രമിച്ചേക്കാം. അയാൾക്കെതിരെ നിൽക്കാൻ തനിക്കൊരു തോക്ക് വേണം. ഡ്വൈറ്റ് അതിനെന്താണ് വഴി എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ആ ഒരു സമയത്താണ് ഡ്വൈറ്റ് തന്റെ സുഹൃത്തായ ബെൻ ഗഫ്നിയുടെ കാര്യം ഓർക്കുന്നത്. ബെൻ ഒരു മുൻകാല പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു. ബെന്നിനെ അന്വേഷിച്ച് തനിക്കറിയാവുന്ന ബെന്നിന്റെ അഡ്രസ്സിലേക്ക് ഡ്വൈറ്റ് ചെന്നു. പക്ഷേ അതവന്റെ പാരന്റ്സിന്റെ വീടായിരുന്നു. ബെൻ അവിടെ നിന്ന് മൂവ് ചെയ്തെന്നും ഇപ്പോൾ മറ്റൊരിടത്താണ് കുടുംബത്തിനൊപ്പം താമസിക്കുന്നത് എന്നും അവർ അറിയിച്ചു. അതോടെ ഡ്വൈറ്റ് അവിടെ നിന്നും ബെന്നിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ബെന്നിന്റെ ഇടത്തെത്തി ഡ്വൈറ്റ് കാത്തിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും ജോലിയൊക്കെ കഴിഞ്ഞ് ബെൻ മടങ്ങിയെത്തി. ബെന്നിനെ കണ്ട് ഡ്വൈറ്റ് കാര്യങ്ങൾ അവതരിപ്പിച്ചു. താൻ ഒരു തോക്ക് കടം വാങ്ങാൻ വന്നതാണ് എന്ന കാര്യവും പറഞ്ഞു. അത് കേട്ട് ബെൻ ആദ്യമൊന്ന് ഞെട്ടിയിരുന്നു. തോക്കെന്നൊക്കെ പറയുമ്പോ ലൈസൻസും കാര്യങ്ങളും ഉള്ളതാണ്, അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ സുഹൃത്തിനെ സഹായിക്കാതിരിക്കാനും വയ്യ. ഒരു കാര്യവുമില്ലാതെ അവൻ ആ തോക്കങ്ങനെ ചോദിക്കേമില്ല. ബെൻ ഒരു വഴി കണ്ടെത്തി. കൂടുതൽ ഇടപെടാതിരിക്കാനും പ്രശ്നമൊന്നും വരാതിരിക്കാനും പേപ്പർ വർക്ക് ഒന്നുമില്ലാത്ത ഒരു മിനി 14 റൈഫിൾ ബെൻ അവന് കൈമാറി. എന്നോടധികം കാര്യങ്ങളൊന്നും പറയണ്ടെന്നും ഞാൻ കാര്യങ്ങളൊന്നും അറിയാതിരിക്കുന്നതാണ് നിന്റെ സുരക്ഷയ്ക്ക് നല്ലത് എന്നും ബെൻ പറഞ്ഞു. ഡ്വൈറ്റ് പിന്നാലെ കാർ പാർക്ക് ചെയ്തിരുന്ന ഇടത്തേക്ക് എത്തി. കാറിന്റെ ഡിക്കി തുറന്ന് തോക്ക് അയാൾക്ക് നേരെ ചൂണ്ടിക്കൊണ്ടു നിന്നു. ടെഡ്ഡി ക്ലീലാൻഡ് എന്നായിരുന്നു അയാളുടെ പേര്. അവൻ കൊന്ന വെയ്ഡിന്റെ സഹോദരനാണ്. തോക്ക് ചൂണ്ടിക്കൊണ്ട് തന്നെ ഡ്വൈറ്റ് സമാധാനം സംസാരിക്കാൻ തുടങ്ങി. ക്ലീലാൻഡ് ഫാമിലി തന്നെയും തന്റെ സഹോദരിയെയും വെറുതെ വിടണം. അങ്ങനാണെങ്കിൽ ഒരു പ്രശ്നത്തിനും താൻ വരില്ല. തന്റെ കുടുംബത്തോട് ചെയ്തതിന് പ്രതികാരം തീർക്കുക മാത്രമാണ് താൻ ചെയ്തത്. അവരുടെ ആ സംസാരം തുടരുമ്പോ ടെഡ്ഡി ഞെട്ടിക്കുന്ന ആ സത്യം വെളിപ്പെടുത്തി. വെയ്ഡ് ആയിരുന്നില്ല യാഥാർത്ഥ്യത്തിൽ ഡ്വൈറ്റിന്റെ അച്ഛനെ കൊലപ്പെടുത്തിയത്, മറിച്ച് അത് വെയ്ഡിന്റെയും ടെഡ്ഡിയുടെയും ഒക്കെ അച്ഛനായിരുന്നു.
അദ്ദേഹമാണെങ്കിൽ കുറച്ചു നാളുകൾക്ക് മുമ്പ് ക്യാൻസർ ബാധിക്കപ്പെട്ട് മരണപ്പെടുകയും ചെയ്തു. ഡ്വൈറ്റിന്റെ അച്ഛന് വെയ്ഡിന്റെയും ടെഡ്ഡിയുടെയും ഒക്കെ അമ്മയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു. അത് വെയ്ഡിന്റെ അച്ഛൻ കൈയോടെ പൊക്കി. അതിന് പ്രതികാരമായിട്ടായിരുന്നു ഡ്വൈറ്റിന്റെ അച്ഛനെ അയാൾ കൊലപ്പെടുത്തിയത്. അന്ന് കൊലപാതകം നടക്കുമ്പോ അബദ്ധത്തിൽ ഡ്വൈറ്റിന്റെ അമ്മയും കൊല്ലപ്പെട്ടതാണ്. രോഗബാധിതനായിരുന്ന ഞങ്ങളുടെ അച്ഛൻ ജയിലിൽ മരണപ്പെടണ്ട എന്ന് കരുതി വെയ്ഡിനെ കേസ് ഏറ്റെടുക്കാൻ ക്ലീലാൻഡ് ഫാമിലിയിലെ ഏവരും ചേർന്ന് നിർബന്ധിക്കുകയായിരുന്നു. അങ്ങനായിരുന്നു വെയ്ഡ് കുറ്റമേറ്റെടുത്ത് ജയിലിൽ പോയത്. ആ വിവരമൊക്കെ അറിഞ്ഞതും സത്യങ്ങൾ പുറത്തു വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഡ്വൈറ്റ് ഒരു കാര്യം പറഞ്ഞു. ടെഡ്ഡിയോട് ഫോൺ എടുത്ത് കുടുംബാംഗങ്ങളെ വിളിക്കാനും ഒരു പബ്ലിക് മീറ്റിംഗ് സംഘടിപ്പിച്ച് ഈ സത്യങ്ങൾ വെളിപ്പെടുത്താനുമായിരുന്നു അത്. പക്ഷേ ടെഡ്ഡി ചെയ്തത് മറ്റൊന്നാണ്. ട്രങ്കിൽ നിന്ന് പുറത്തേക്ക് ചാടിയ അയാൾ ഡ്വൈറ്റിനെ ആക്രമിച്ച് തോക്ക് താഴെ വീഴ്ത്തി. പിന്നാലെ തോക്ക് കൈവശപ്പെടുത്തിയ ടെഡ്ഡി വീണുകിടന്ന ഡ്വൈറ്റിന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കാൻ തുടങ്ങി. മറ്റു വഴിയില്ലെന്ന് കണ്ടതും ഡ്വൈറ്റ് ടെഡ്ഡിയോട് പറഞ്ഞു, എല്ലാ പ്രതികാരവും തന്റെ മേൽ തീർത്തോളൂ, പക്ഷേ ഒക്കെ ഇവിടെ അവസാനിക്കണം. തന്റെ സഹോദരിയുടെ നേർക്ക് പോവരുത്. ടെഡ്ഡി തോക്കിന്റെ കാഞ്ചു വലിക്കാൻ ഒരുങ്ങുകയായിരുന്നു. പക്ഷെ ദൂരെ നിന്നും ഒരു വെടിയൊച്ച മുഴങ്ങി. അങ്ങോട്ടേക്ക് കടന്നു വന്നത് ബെന്നായിരുന്നു. വെടിയൊച്ച കേട്ടതിന് പിന്നാലെ ഒരു ബുള്ളറ്റ് ടെഡ്ഡിയുടെ ജീവൻ എടുത്തു. ബെന്നിന്റെ തോക്കിൽ നിന്നും ദൂരെ നിന്നും പാഞ്ഞു വന്ന ഉണ്ട ഡ്വൈറ്റ് ഒന്ന് ഞെട്ടിത്തെറിച്ചു നിന്നിരുന്നു. സംഭവം എന്തെന്നാൽ ബെന്നിനോട് ഡ്വൈറ്റ് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഡ്വൈറ്റിനെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വിട്ട് ബെൻ ദൂരെ നിന്ന് തോക്കുമെടുത്തവനെ നിരീക്ഷിക്കുകയായിരുന്നു. എന്തായാലും ആ ഒരവസ്ഥയിൽ ബെൻ ഡ്വൈറ്റിനെ രക്ഷപ്പെടുത്തി. പിന്നാലെ എല്ലാ കാര്യങ്ങളും ബെന്നിനോട് ഡ്വൈറ്റ് വിശദീകരിച്ചു. ടെഡ്ഡിയുടെ മൃതദേഹം അവർ വീണ്ടും കാറിലാക്കി. ശേഷം ബെൻ തന്നെ ഡ്വൈറ്റിനെ തോക്കുപയോഗിക്കാൻ പരിശീലിപ്പിക്കാൻ ആരംഭിച്ചു. ക്ലോസ് റേഞ്ചിൽ നിന്ന് ഷോട്ട് ഗൺ ഉപയോഗിച്ച് വെടിവെക്കുമ്പോഴുള്ള ഗുണങ്ങളെപ്പറ്റി ബെൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അവസരം മുമ്പിൽ വരുമ്പോ മടിക്കരുതെന്നും ആവശ്യമാണെങ്കിൽ തോക്കുപയോഗിക്കണം എന്നും ബെൻ പ്രത്യേകം പറയുന്നുണ്ട്. എല്ലാത്തിനും ഡ്വൈറ്റ് ബെന്നിനോട് നന്ദി പറഞ്ഞു. നിന്റെ ആസ്ഥാനത്തായിരുന്നെങ്കിൽ ഞാനും ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്യുക എന്നായിരുന്നു ബെന്നിന്റെ മറുപടി. പിന്നെ ഡ്വൈറ്റ് മടിച്ചില്ല. ഒക്കത്തിനും അവസാനം കുറിക്കണം. ഡ്വൈറ്റ് നേരെ ക്ലീലൻഡ് ഹൗസിലേക്ക് പുറപ്പെട്ടു. ടെഡ്ഡിയുടെയും വെയ്ഡിന്റെയും ഒക്കെ കുടുംബ വീട്. ക്ലീലൻഡ് ഫാമിലി മുഴുവൻ അവിടാണ് താമസിക്കുന്നത്. ബെൻ തന്റെ പുറകെ വരരുത് എന്ന് ഡ്വൈറ്റിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോരുന്നതിന് മുമ്പ് ഡ്വൈറ്റ് ബെന്നിന്റെ കാറിന്റെ ബാറ്ററി അടക്കം എടുത്തു മാറ്റി. ഇല്ലെങ്കിൽ തന്റെ സുരക്ഷയ്ക്ക് ബെൻ തന്റെ പുറകെ വരും എന്ന് ഡ്വൈറ്റ് ചിന്തിച്ചിരുന്നു. പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കുവാൻ ഡ്വൈറ്റ് ഒരു റെസ്റ്റോറന്റിൽ കയറി. മറുവശത്ത് ബെൻ ആകട്ടെ ഡ്വൈറ്റിനെ ഫോളോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിലെത്തി ചെറിയൊരു ബീറൊക്കെ കഴിച്ചിരിക്കാൻ ആരംഭിച്ചു. വൈകാതെ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഡ്വൈറ്റ് വന്നെത്തുകയാണ്. കാടിനകത്ത് തന്റെ കാറ് പാർക്ക് ചെയ്ത് കുറച്ച് കരിയിലയൊക്കെ ഇട്ട് അത് മൂടിവെച്ച് തോക്കുമെടുത്ത് ഡ്വൈറ്റ് ക്ലീലാൻഡ്സിന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു. വീടിനകത്തപ്പോ ആരുമുണ്ടായിരുന്നില്ല. വീടിനകത്തുള്ള തോക്കുകളും മറ്റും അവൻ എടുത്തു മാറ്റി. എടുത്ത ആയുധങ്ങൾ മുഴുവൻ അടുത്തുള്ള കുളത്തിൽ കൊണ്ടു തള്ളി. പുറത്തെത്തിയപ്പോഴാണ് വെയ്ഡിന്റെ അച്ഛന്റെ കുഴിമാടം അവൻ നോക്കിക്കാണുന്നത്. തന്റെ അച്ഛനെയും അമ്മയെയും കൊന്നതിനു മേലുള്ള പ്രതികാരം ആ കുഴിമാടത്തിനു മേൽ മൂത്രം ഒഴിച്ചുകൊണ്ട് അവൻ പ്രവർത്തിച്ചു തീർത്തു. പിന്നാലെ വീടിനകത്തേക്ക് കയറി അവൻ ഒളിച്ചിരിക്കാൻ പറ്റിയൊരിടം കണ്ടെത്തി അവിടെ ഇരിക്കാൻ ആരംഭിച്ചു. ആയിരുത്തത്തിൽ അവൻ ഉറങ്ങിപ്പോയിരുന്നു. രാത്രി ആരും അങ്ങോട്ടേക്ക് വന്നതുമില്ല. പിറ്റേന്ന് പുലർച്ചെ ഉണർന്നപ്പോ ഇനിയും ഇങ്ങനെ തുടരുന്നതിൽ കാര്യമില്ല എന്ന് ഡ്വൈറ്റിന് തോന്നി. ഡ്വൈറ്റ് പുറത്തിറങ്ങി. ടെഡ്ഡിയുടെ മൃതദേഹം കാറിൽ നിന്ന് പുറത്തെടുത്ത് കുഴിച്ചിട്ടു. വീണ്ടും തിരികെ വന്ന് ഒളിച്ചിരിക്കുന്നതിന് മുമ്പ് വീട്ടിലുള്ള ആൻസറിംഗ് മെഷീനിൽ ഒരു മെസ്സേജ് റെക്കോർഡ് ചെയ്തു വെച്ച് അവൻ ഒളിച്ചിരിക്കാൻ പോയി. അങ്ങനെ സന്ധ്യയോടെ ക്ലീലാൻഡ്സ് ഫാമിലി വീട്ടിലേക്ക് തിരികെ എത്തുകയാണ്. ഒരാണും 2 സ്ത്രീകളും ഫാമിലിയിലെ മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അവരായിരുന്നു മടങ്ങിയെത്തിയത്. അവരെത്തിയതിന് പിന്നാലെ ആൻസറിംഗ് മെഷീൻ പ്ലേ ചെയ്യിപ്പിച്ചപ്പോ ഡ്വൈറ്റിൽ നിന്നുള്ള മെസ്സേജ് കേട്ടു. അതിലെ റെക്കോർഡിംഗ് ഇപ്രകാരമായിരുന്നു: തന്റെ സഹോദരിയെയും മക്കളെയും അവർ വെറുതെ വിടണം. തന്നെയും നിലവിൽ 2 ഫാമിലിക്കും നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. അതോടെ ഒക്കെ ഈക്വലായതായി പരിഗണിക്കണം. വെറുതെ പ്രശ്നങ്ങൾക്ക് വരരുത്. പക്ഷേ ക്ലീലാൻഡ് ഫാമിലിക്ക് അത് അംഗീകരിക്കാൻ മനസ്സില്ല എന്ന് ഡ്വൈറ്റ് വേഗം മനസ്സിലാക്കുകയാണ്. അതോടെ ഒളിച്ചിരുന്നിടത്തുനിന്ന് പുറത്തു വന്ന ഡ്വൈറ്റ് കൂട്ടത്തിലുണ്ടായിരുന്ന ആണിനെ ആദ്യം വെടിവെച്ച് വീഴ്ത്തി. പക്ഷേ ഡ്വൈറ്റിനറിയാത്തൊരു കാര്യമുണ്ടായിരുന്നു. അവർ 3 പേർ മാത്രമല്ല. അന്ന് ലിമസീനിൽ ഉണ്ടായിരുന്ന രക്ഷപ്പെട്ടുപോയ ആ പയ്യനുണ്ടല്ലോ, വില്യം ക്ലീലാൻഡ്, അവനും അവിടെ ഉണ്ടായിരുന്നു. വെടിയൊച്ച കേട്ട് തോക്കും എടുത്തുകൊണ്ട് പിൻവശത്തുകൂടെ വില്യം വീടിനകത്തേക്ക് കടന്നു കയറി. വില്യം വിദഗ്ധമായി ഡ്വൈറ്റിന്റെ വയറിൽ തന്നെ വെടിയുതിർത്തു. വെടിയുണ്ട് അവന്റെ വയറ്റിൽ തുളഞ്ഞു കയറി. വേദന കൊണ്ട് ഡ്വൈറ്റ് പിടയുന്നുണ്ടായിരുന്നു. ഡ്വൈറ്റ് പെട്ടെന്ന് പ്രവർത്തിച്ച് അവന്റെ തോക്ക് തട്ടിത്തെറിപ്പിച്ചു. തന്റെ മുറിവ് മാരകമായതാണ്, തനിക്കിനി അധികം ജീവിക്കാൻ പറ്റില്ല എന്ന് ഡ്വൈറ്റ് മനസ്സിലാക്കി
മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. നിന്റെ ജോലി പൂർത്തിയായി. പുറത്ത് എന്റെ കാറുണ്ട്, അതെടുത്ത് നീ രക്ഷപ്പെട്ടു പൊക്കോളൂ. നീ എന്റെ ഹാഫ് ബ്രദറാണ്. എന്റെ അച്ഛനും നിന്റെ അമ്മയും ഒരാളാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് ദയ കാണിക്കുന്നു, വില്യത്തോട് ഡ്വൈറ്റ് പറഞ്ഞു. വില്യം ഒന്നും അടിച്ചു നിന്നെങ്കിലും ഡ്വൈറ്റ് നിർബന്ധിച്ചപ്പോ പുറത്തേക്ക് കടന്നു. പിന്നാലെ ഡ്വൈറ്റ് അവിടെ ഉണ്ടായിരുന്ന 2 സ്ത്രീകളുടെ നേരെ തിരിഞ്ഞു. നിങ്ങളുടെ അമ്മയെ എന്റെ അച്ഛൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. ഒടുവിലോ എല്ലാവരും മരിച്ചു. അത് കേട്ടതും ദേഷ്യം വന്ന കൂട്ടത്തിലെ മുതിർന്ന സ്ത്രീ റീക്ലൈനറിന്റെ അടിയിൽ ഒളിപ്പിച്ച മെഷീൻ ഗണ്ണെടുത്ത് ഡ്വൈറ്റിന് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. ഡ്വൈറ്റും തിരികെ വെടിയുതിർത്തിരുന്നു. പുറത്തുനിന്നും വീടിനകത്ത് മുഴങ്ങുന്ന ഷൂട്ടൌട്ട് വില്യം തെളിഞ്ഞു കേട്ടു. ആ ഷൂട്ടൌട്ടിൽ 2 സ്ത്രീകളെ കൊലപ്പെടുത്താൻ ഡ്വൈറ്റിന് സാധിച്ചിരുന്നു. ഡ്വൈറ്റും വെടിയേറ്റ് കൊല്ലപ്പെട്ടു. പുറത്ത് അനാഥനായ വില്യം കാർ ലക്ഷ്യമാക്കി മുമ്പോട്ട് നടന്നു നീങ്ങി. മരിക്കാൻ കിടക്കുന്ന സമയത്തും ഡ്വൈറ്റ് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. താക്കോൽ കാറിനകത്ത് തന്നെയുണ്ട്. വില്യത്തിനോട് പറയുന്ന തരത്തിലായിരുന്നു അത്. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ റിവഞ്ച് ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.